ഹലോ ഗൈസ്, വളരെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു അച്ചാച്ചൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സുബിൻ ചേട്ടൻ്റെ കല്യാണത്തിന് പോകാമെന്നുള്ളത്. ഷർട്ടൊക്കെ അയൺ ചെയ്തിട്ട് അച്ഛൻ തന്നെ സെലക്ട് ചെയ്തൊരു സാരിയാണ് ഞാൻ ആദ്യം കൊടുത്തത്. പക്ഷേ അതെനിക്ക് ഒട്ടും കംഫർട്ട് അല്ലായിരുന്നു. ആ പ്ലീറ്റ്സൊക്കെ എടുത്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ തന്നെ എനിക്കിഷ്ടമുള്ളൊരു സാരി എടുത്തെടുത്തു. തിയാഗോ നല്ല ഉറക്കമാണ്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ സാരിയേ വേണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ചുരിദാർ എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു. ഞങ്ങൾ 18 പടിയൊന്നുമല്ല, ഈ പടി കയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാ തിയാഗോ വിശന്നിട്ട് വായിൽ തുണിയൊക്കെ കിട്ടി. ശരിക്കും തിയാഗോയ്ക്കല്ല, അവൻ്റെ അപ്പനും അമ്മയ്ക്കാണ് വിശപ്പ് സഹിക്കാൻ പറ്റാത്തത്. അതാ ഫൈനലി ചെറുക്കനും പെണ്ണും ഇറങ്ങി വന്നു. ചേച്ചി കാണാൻ നല്ല ഭംഗിയുണ്ട്. ചേച്ചിയുടെ കോസ്റ്റ്യൂമൊക്കെ സാരിയൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ചെറുക്കൻ ഞങ്ങളെ കണ്ട് ചിരിച്ചൊക്കെ കാണിച്ചു. ആദ്യ റിസപ്ഷൻ നടക്കുന്നിടത്തെത്തി ഞങ്ങൾ. പക്ഷേ അവിടെ നല്ല ഫുഡ് കഴിച്ച് മേളിൽ ബുഫേ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ എളുപ്പം അവിടെ ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്നാണ് കഴിച്ചു. എല്ലാം നല്ല ഭംഗിയായിട്ട് നല്ല സ്റ്റൂ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിജനമായ പാതയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. നല്ല പേടി തോന്നും കേട്ടോ. പിന്നെ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ഒരു സ്കൂട്ടർ റൈഡായാലോ. സിസേറിയൻ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാൻ സ്കൂട്ടർ എടുക്കുന്നത്. അതായത് ഒരു വർഷം കഴിഞ്ഞു സ്കൂട്ടർ ഓടിച്ചിട്ട്. അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ല. ഈ മലയിലോട്ട് പോവാണേ, ഞങ്ങളുടെ അതുവഴിയുള്ള കൊച്ചു വഴിയിൽ കൂടെ പോവുക, മെയിൻ റോഡിൽ കൂടെ ഒക്കെ. അത്ര കോൺഫിഡൻസ് പോരാതെ ഇത് ഞങ്ങളുടെ ആർമിക്കാരൻ്റെ വൈഫാണ്, അവരുടെ വീട്ടിലോട്ട് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞാവയും കൊണ്ട് ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്ന ഒരു പതിവുണ്ട്. പിന്നെ സതീഷേൻ്റെ അമ്മയാണത്, ആർമിക്കാരനാണ് നമ്മുടെ സതീഷേട്ടൻ. അത് ഈ സതീഷേൻ്റെ പെങ്ങളും 2 ചോട്ടൂസും എൻ്റെ കുഞ്ഞു ചെറുക്കനും.